ഞാനൊരു യൂട്യൂബർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോ അതിനുവേണ്ടി വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായി എനിക്ക് ഒരുപാട് നെഗറ്റീവ് മെസ്സേജസ് വരും, ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും, അതൊന്നും ഹരിത കണക്കിലെടുക്കണ്ട, മുമ്പോട്ട് പോട്ടേന്ന്. പക്ഷെ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് അതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരുടെ ഒരുപാട് സപ്പോർട്ടാണ് കിട്ടിയത്. അതുമാത്രല്ല, നമുക്കറിയാത്ത പല ടെക്നിക്സും പല കാര്യങ്ങളും പറഞ്ഞു തരാനും ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ആദ്യമേ നന്ദി പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാലൻസ് കാണാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെയൊക്കെ വിട്ട് പ്രശാന്തേണ്ണും പോയി വീട്ടിൽ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തീർന്നു. എന്നാ പിന്നിനി നമുക്ക് നമ്മുടെ തിരിച്ചു കിട്ടിയ കല്യാണ വീഡിയോ ഒന്നിരുന്ന് സമാധാനായിട്ട് കാണാന്ന് വിചാരിച്ചു. വീട് ഒറ്റ ഫ്ലോർ ആണെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ ഈ കയറി പോണേന്നല്ലേ? നമ്മുടെ വീട്ടിലെ ഒരു വർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു റൂം. ഒരു ഓഫീസ് റൂം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്തേക്കണേ. ഇവിടെ നിന്നാലേ നമ്മുടെ ബാക്കിലെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്കൊക്കെ ഭയങ്കര നല്ല വ്യൂ ആ. ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താട്ടാ. നമ്മുടെ പറമ്പ് കഴിഞ്ഞാൽ ബാക്കിലോട്ടേ പാടാണ്. പാടം പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ്. നമ്മുടെ പോട്ടേലത്തെ വീടിന്റെ മുമ്പിലും വിശാലമായിട്ടുള്ള പാടം നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രകൃതി വർണ്ണന തുടങ്ങിയാൽ നിർത്താൻ കുറച്ച് പാടാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ കല്യാണ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെയും പ്രശാന്ത് ഏട്ടന്റെയും കല്യാണം ലവ് മാരേജ് അല്ല, ഒരു പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷെ പ്രണയിക്കാൻ ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം വരെ. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പ്രണയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ മാത്രല്ല, ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ കല്യാണത്തിന് മുമ്പുള്ള ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഭയങ്കര പ്രഷ്യസ് മൂമെന്റ് ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പോഴൊക്കെ ഈ കല്യാണ വീഡിയോ കാണുമ്പോ എനിക്ക് തോന്നുവേ ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നേ. എന്റെ അച്ഛനമ്മേനെയും മാത്രല്ല, ചിറ്റമാരും വല്യമ്മേനും വല്യച്ഛനെയും അമ്മാവനും എല്ലാവരും വിട്ടുപോരുന്ന ആ ഒരു ടെൻഷൻ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇപ്പോഴും ആ വീഡിയോ കാണുമ്പോ സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്ന പോലെയുള്ള ഒരു ഫീലാണ്.